എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ചാണ്. വളരെ പ്രധാനമായിട്ടുള്ള ചില വസ്തുതകളാണ്. സാധിച്ചാൽ ഈ വീഡിയോ കാണുന്നവർ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതും ഇതര സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും അത് നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു ഉപകാരമായിരിക്കാം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി ഇന്ത്യൻസ്, കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഫീൽഡാണ് IT മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി. അതിപ്പോൾ AI ഒരു കടന്നുവരുത്തം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംവിധാനം കൂടെ ഇപ്പോൾ ഈ IT മുഖത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ഇപ്പോഴുള്ള ബഹുഭൂരിപക്ഷം കുട്ടികളും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ടെക്നോളജി ഇങ്ങനെ വളർന്ന് കൊണ്ടുപോവുകയാണ്. അതനുസരണമായി കുട്ടികളും അതനുസരണമായി പഠിച്ചില്ലെങ്കിൽ നാളെ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഒരു പ്രോബ്ലം വന്നേക്കാം. അത് ഒരു വിഷയമാണ്. അത് നിൽക്കട്ടെ. ഇനി പ്രസൻറ്റ് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുപരിയുള്ള നല്ല സാലറികൾ ഓഫർ ചെയ്ത് കമ്പനിക്കാർ നിങ്ങളെ എടുക്കുമ്പോൾ കമ്പനിയുടെ ഇൻസൈഡിലുള്ള എന്താണ് എക്സാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ സാധിക്കില്ല, നിങ്ങളെ ഒട്ട് അറിയിക്കുകയുമില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനിക്ക് 2-3 വർഷത്തെ ഒരു വലിയൊരു പ്രോജക്റ്റ് നല്ല ഹൈ റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് അതൊരു ഇംപ്ലിമെൻ്റ്, അതിനെ മൊബൈലൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആൾക്കാരെ എടുക്കേണ്ടി വരും. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടെത്തും, പ്രതീക്ഷിക്കുന്ന കൂടുതൽ ശമ്പളവും കൊടുക്കും. എന്നാൽ ഇതിൽ പതിയിരിക്കുന്ന വലിയൊരു അപകടമുണ്ട്. അത് ആരും മനസ്സിലാക്കില്ല. ഇനി അതൊന്ന് മനസ്സിലാക്കി ആ ഫീൽഡിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങൾക്ക് തരുന്ന സാലറിക്ക് അനുസരണമായുള്ളൊരു ചിലവുകളായിരിക്കരുത് നിങ്ങൾ നടത്തേണ്ടത്. കാരണം നിങ്ങൾ കിട്ടുന്ന ജോലി അത് എത്ര നാൾ അവിടെ ശാശ്വതമായിരിക്കും, എത്ര നാൾ പെർമനൻസി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. കഷ്ടിച്ച് 1-2-3 വർഷത്തിൽ ഒരു മാറ്റം എന്തായിരുന്നാലും ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ ഒത്തിരി IT കമ്പനികൾ പലരെയും പിരിച്ചുവിടുന്നുണ്ട്. അത് 2 മാസം 3 മാസം അവർക്ക് അഡ്വാൻസ് സാലറിയും കൊടുത്ത് അവർ അമിക്കബിളായിട്ട് തിരിച്ചുവിടുന്നു. ഒരു കണക്കിന് നല്ലതെന്ന് പറയാം. ചില കമ്പനിക്കാർ ഒന്നുമില്ല, അങ്ങനെ ലോക്ക്ഡൗണായി, അതുകൊണ്ട് ഇനി സോറി എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് വിടും. അപ്പോൾ ദയവ് ചെയ്ത് ഈ IT ഫീൽഡിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, ആ സാലറിക്ക് അനുസരണം അതിന് യോജ്യമായ ഓടികൾ, നിങ്ങളുടെ ജീവിതശൈലി, അതിന് യോജ്യമായ ഒരു വാഹനം, അതിന് യോജ്യമായ ഒരു കിടപ്പാട സൗകര്യം, ഇതെല്ലാം വേണം. ഓക്കെ. പക്ഷേ എങ്കിലും ഒരു മനുഷ്യന് നോർമലായി വേണ്ട കാര്യങ്ങൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടിയിരിക്കും. അതിപ്പോൾ കൂലിപ്പണിക്കാരായിരുന്നാലും അത് ഉണ്ടായി തന്നെയാകണം. ബട്ട് ഏറ്റവും കൂടുതൽ ഹൈടെക് സാലറിയിൽ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ ആ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ആ ഇതുമൊക്കെ വളരെ നിങ്ങൾ കെയറായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ നാളെ ഒന്നുമല്ലാതായി പോവും. അതിലും ഉപരി ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് അവർ കല്യാണം കഴിക്കാറുണ്ട്. പല ഫാമിലികളിലും സംഭവിക്കുന്നത്, ഇവർ വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് ഘടകവിരുദ്ധമായിരിക്കും. ഒന്നിൽ ഹസ്ബൻഡ് ഡേ ടൈമും വൈഫ് നൈറ്റ് ടൈമായിരിക്കും, അല്ലെങ്കിൽ വൈഫ് ഡേ ടൈമിലും ഹസ്ബൻഡ് നൈറ്റ് ടൈമിലും. ഇവർക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള സമയം വരെ കിട്ടാറില്ല, സംസാരിക്കാനുള്ള സമയം കിട്ടാറില്ല. ഒന്നിച്ച് പാചകം ചെയ്തിരുന്ന് ആ പാചകം ചെയ്യുന്നത് ഒന്നിച്ച് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൽ കൂടി ഉണ്ടാകുന്നത് എന്താണ്, ഭർത്താവാണ് വീട്ടിലുണ്ടെങ്കിൽ അവർ ഫുഡ് എടുത്ത് കഴിക്കാൻ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടിയതായിരിക്കും. അതിൽ രക്ഷപ്പെടാനുണ്ട് അവർ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്തെങ്കിൽ ജങ്ക് ഫുഡ് കഴിച്ച് അതായിരിക്കും അങ്ങനെ അവരുടെ ആഹാര രീതി. അതിലൂടെ നാളെ കുറച്ചാകുമ്പം അവർ രോഗിയുമായി മാറും. കാരണം രോഗികൾ ആകുന്നതിൻ്റെ പ്രധാന കാരണം ശരിയായ വ്യായാമമില്ലായ്മ, ആഹാരക്രമം ശ്രദ്ധിക്കാത്തത്, ടെൻഷൻ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സോ നാം ചെയ്യേണ്ടത് എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടാക്കുക.
നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുക. മാക്സിമം നിങ്ങൾക്ക് മിച്ചം പിടിക്കാമെന്നുള്ളത് അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും സേവ് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾക്കൊരു ജോലി, ഉടൻ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങുക, ഉടൻ തന്നെ മുൻതീരം കാർ എടുക്കുക. ഇതൊക്കെ ഈ ആർഭാട ജീവിതത്തിന് ചെറിയൊരു പരിമിതികൾ, പല നിബന്ധനകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പം തന്നെ ഓണമാണ്, ഇപ്പം തന്നെ ഈ പൂരമായിരിക്കും, പരസ്യങ്ങളുടെ പൊടിപൂരമായിരിക്കും. കാർ ഷോറൂം അവരുടെ പൊടിപൂര പരസ്യങ്ങൾ കാണും. പിന്നെ ബോഡികൾ ഈ ഹോം അപ്ലയൻസസിൻ്റെ അതിൻ്റെ ഒരു വലിയൊരു പരസ്യം കാണും. അതിലെല്ലാം ഉപരിയായി തുണി, ഈ ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം കാണും. അത് അവരുടെ ബിസിനസ്സാണ്. നിങ്ങൾ ആ പരസ്യം കണ്ട് അവിടെ അതുമല്ല, IT ഫീൽഡിലെ ഏത് ചെറിയ ജോലി ഇരുന്നാലും നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ 100% ഫൈനാൻസ് തരാൻ വേണ്ടി അവിടെ അപ്പുറത്തൊരു കൗണ്ടറിൽ ആരെങ്കിലും ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടാകും. നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒരു റീസണബിൾ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാറായിരുന്നാലും മറ്റെന്ത് വസ്തുതയാലും നിങ്ങളുടെ വീട്ടിലെത്തും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒന്ന് ചെയ്യുമ്പോൾ, ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ EMI എത്ര രൂപയാണ്, നിങ്ങളുടെ വരുമാനവും അതുമായിട്ട് മേച്ച് ചെയ്യുന്നോ, നിങ്ങളുടെ വാടക, നിങ്ങളുടെ സേവിങ്സ്, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം നിങ്ങൾക്കിപ്പോൾ കയ്യിലുള്ള നിങ്ങളുടെ അതായത് നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ 2 വീലറോ അല്ല കാറോ എന്ത് തന്നെ ആയിരുന്നാലും ചെറിയ മെയിൻ്റനൻസ് കൊണ്ട് അത് 2-3 വർഷം വരെയും നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതം അങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ ഈ പുതിയ കാർ ഇതൊക്കെ എടുത്തിട്ട് ആരെ കാണിക്കാനേ, നമുക്ക് ആവശ്യം വാഹന സൗകര്യമാണ്. അത്യാവശ്യം ഒരു കണ്ടീഷനുള്ളൊരു വാഹനം വേണം. ആ ചൂട് സമയത്ത് ഒന്ന് AC ഇടണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അമിതമായ ആർഭാടം, അമിതമായ ആഗ്രഹം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് കളയും. പലരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ കിട്ടുന്ന സാലറി അപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് കൂടെ ഉപയോഗിച്ച് ഉള്ള ലോണും എല്ലാം എടുത്ത് നമുക്കൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനത്തിൽ പോകാതിരിക്കുക. കിട്ടുന്നതിന് മാക്സിമം നിങ്ങൾക്ക് ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നിങ്ങൾക്ക് സാലറി കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള ചിലവുകൾ മാത്രം നോക്കി ബാക്കി നിങ്ങൾ സേവിങ്സ് ചെയ്യുക. കാരണം ഏത് സമയത്ത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും അറ്റ്ലീസ്റ്റ് 6 മാസമോ 1 വർഷമോ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആരുടെ മുന്നിൽ പോയി തല കുനിക്കേണ്ട. ഒരു പക്ഷേ നിങ്ങളുടെ ജോലി തിരക്കോ മറ്റേതുകൊണ്ടോ നിങ്ങളുടെ ബന്ധുജനങ്ങളെ സന്ദർശിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ദൂരമായിരിക്കാം. ഇതെല്ലാം കാണുമ്പോൾ ബന്ധുക്കൾ ഒരുപക്ഷെ നോട്ട് ചെയ്യും. നിങ്ങൾ വല്ലപ്പോഴും കൂടെ ഒന്ന് വീട്ടിൽ കടന്നു ചെല്ലുന്ന നിങ്ങളുടെ ആഡംബര കാർ ഇതായിട്ടൊക്കെ ചെല്ലുമ്പോൾ യഥാർത്ഥം നിങ്ങൾക്ക് ആരെയും മീറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ പോകണു. അച്ഛനമ്മ കാണും. തിരിച്ചു പോരുമ്പോൾ വഴിയെ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ല നിങ്ങളുടെ ബന്ധുക്കളോ, ചെറുക്കൻ ജോലിയായി ഇപ്പം നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവർക്കറിയില്ല. യഥാർത്ഥത്തിൽ അവർ ധരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇയാൾക്ക് ആ സമയ ചുരുക്കം കൊണ്ടാണ് ഇവരെയും കണ്ടെത്താൻ സാധിക്കാത്തത്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. ഒരു പക്ഷേ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങളെ കളിയാക്കാൻ ഇവർ ശ്രമിക്കുക. അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോംപ്ലക്സ് നിങ്ങളുടെ ഉണ്ടാകും. ഇവരാരും നമ്മളോട് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി നമ്മൾ കണക്കാക്കണം. നമ്മുടെ ലോകത്തിൻ്റെ ക്രമം അറിയാം, നാളെ എന്താണെന്നറിയാം. നമുക്കറിയാം വാറും അതും ഇതും കോലാഹലങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാം ചെയ്യുന്ന ജോബും തന്നെ അത്ര സെക്യൂർ അല്ല. ഏത് സമയത്തും തിരിക്കാം. കാരണം യുദ്ധങ്ങൾ, പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന് അവർക്ക് അവരുടേതായ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകും. എക്കണോമിക് പ്രോബ്ലംസ് അവരുടെ ഡെവലപ്മെൻറ്റ്സ് തീരും. ഈ ഡെവലപ്മെൻറ്റ്സിലെല്ലാം ലിങ്കായിട്ടിരിക്കുന്ന IT ഫീൽഡായിരുന്നാലും കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നാലും എന്ത് ഫീൽഡായിരുന്നാലും ഫൈനാൻസ് ഫീൽഡായിരുന്നാലും അവിടെ എല്ലാം താളം തെറ്റ സംവിധാനമുണ്ട്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും പ്രത്യേക IT ഫീൽഡിലുള്ളവർ പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾ പ്രതീക്ഷിക്കും വലിയൊരു എമൗണ്ട് ആണെങ്കിലും ആ കിട്ടുന്ന ശമ്പളം മാക്സിമം 50% എങ്കിലും നിങ്ങൾ സേവ് ചെയ്യുക. നാളെ നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാലും നിങ്ങൾ ആരുടെയും മുന്നിൽ ഇപ്പോൾ തലകുനിക്കരുത്, തൻ്റെ ഇടമായി നിൽക്കണം. നിങ്ങളുടെ വീട്ടുകാരെ സഹായിക്കണം. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മീറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നാലും നല്ലൊരു ക്യാപിറ്റൽ നിങ്ങളുടെ അക്കൗണ്ട്സിൽ വന്നതിന് ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി ചിന്തിക്കാവൂ. അതുവരിക്കും ഉള്ള സാഹചര്യത്തിൽ ജീവിക്കുക, ഉള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുക, കടമില്ലാതെ
ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും ഹാപ്പി ആയിരിക്കും. ഇനി ജോലി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷം വരെ പിടിച്ചു നിൽക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി നിങ്ങളുടെ അക്കൗണ്ട്സിൽ ഉണ്ടാക്കണം. ഇതെല്ലാവരും ഒന്ന് ഓർക്കണം. ഇതെല്ലാ സുഹൃത്തുക്കളെ ഒന്ന് അറിയിക്കാൻ വേണം. കാണാം വീണ്ടും മറ്റൊരു വിശേഷവുമായി വീണ്ടും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.